സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം വമസ്അബിന സാലിഹിൻ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദാ. ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ. കാരണം അവരവരെ അമ്പിയാക്കന്മാരുടെ സ്വാലികളുടെ ഖബറുകള് കെട്ടിയുയർത്തി അതിന്മേൽ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ സുജൂദ് ചെയ്യുക, അവിടെ തൊട്ടുമുത്തുക, അവിടെ പോയിക്കൊണ്ട് ആ പ്രതിഷ്ഠയോട് ജാറത്തോട് സങ്കടം പറയുക. ഇത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഇന്ന് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറഞ്ഞ എന്താണ്? ഇസ്ലാമിന് ഭരണം കിട്ടിയപ്പോൾ മക്കയും മദീനയും ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ വന്നപ്പോൾ അലിയാർ തങ്ങളെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ എന്താ? അല്ലാ തദാതിംസാനല്ലില്ലാ തമസ്സൂ വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. ഉയർത്തപ്പെട്ട ഒരു ഖബറും നിരപ്പാക്കാതെ വരരുത് അലിയെ, നാട്ടിവെച്ച ഒരു കല്ലും നിരപ്പാക്കാതെ വരരുത് അലിയെ. റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്ന, ഇബ്രാഹിം നബിയോട് ദുആ ചെയ്തിരുന്ന, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിച്ചിരുന്ന, ലാത്ത ഹുബല ഉസ് പോലെയുള്ള ഔലിയാക്കളുടെ പ്രതീകമായി സ്ഥാപിച്ച കല്ലുകള് കഅബാലയത്തിനകത്തുണ്ടായിരുന്നല്ലോ. അതിനു മുമ്പിൽ പ്രാർത്ഥനകളും ഇസ്തിഗാസകളും നേർച്ചകളും സുജൂദും അർപ്പണങ്ങളും നൽകിയവര് അതെല്ലാം വിട്ടുകൊണ്ട് ലാ ഇലാഹ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവർ റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് മുസ്ലിം സമുദായത്തിലെ ആളുകൾ, പ്രിയപ്പെട്ടവരെ, ശിർക്ക് ചെയ്തുകൊണ്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിനു വേണ്ടി ഇറാഖിൽ പോകണ്ട, പാകിസ്ഥാനിൽ പോകണ്ട, ഇന്ത്യയുടെ പല ഭാഗത്തും പോകണ്ട, കേരളത്തിലെ ഇട്ടാവട്ടത്ത് റസൂൽ പറഞ്ഞ പ്രവചനം പുലർന്നില്ലേ? നോക്കൂ നിങ്ങൾ, പാലക്കാട് പുത്തരിപ്പാടത്ത് ഒരു മരവള്ളിയെ മുസ്ലിം ഉമ്മത്ത് തൊട്ടുമുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന്റെ മുമ്പില് തൊട്ടിൽ കെട്ടിയിട്ട് കുട്ടികളില്ലാത്തവർ സങ്കടം പറയുന്നു. അവിടെ ഏതാ ഒരു തലപ്പ് അവതാരിയായ മുസ്ലിയാര് അതിന് നേതൃത്വം നൽകുന്നു, ബർക്കത്തിന്റെ ഈത്തപ്പഴം കൊടുക്കുന്നു. ഈ തലയെകെട്ടുകാരെ, നിങ്ങൾ ഏതൊരു ശിർക്കിലേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്? പ്രിയപ്പെട്ടവരെ, റസൂൽ പറയാനുണ്ട്, ലാ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവമല്ല. ഹത്താ ഏതുവരെ? തൽഹഖ കബായിറു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, ഈ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ശിർക്ക് ചെയ്യുന്നവരോട് സാമ്യപ്പെടാതെ. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, CM മടവൂരിന്റെ പേര് പറഞ്ഞ് CM മടവൂർ ഇരുന്നിരുന്ന ഒരു മരമുണ്ട്. അത് പ്രത്യേകമായ ബർക്കത്തിന് വേണ്ടിയിട്ട് പേര് കെട്ടി സംരക്ഷിച്ച് അവിടെ പോയി ആളുകൾ തബറുക്കെടുക്കുകയാണ്. അതുപോലെ തന്നെ പുത്തരിപ്പാടത്ത് പോയി ഇതുപോലെ കുട്ടികളില്ലാത്തവര് എത്രയെത്ര ജാറങ്ങളിൽ പോയിട്ടാണ്, എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നേർച്ച കൊടുത്ത് അവസാനം ഗുരുവായൂരിൽ പോയിട്ട് അബൂബക്കറാജി സഹോദരങ്ങളെ നേർച്ച കൊടുത്ത് അല്ലാഹു തആല പരീക്ഷിച്ചു. അങ്ങനെ കുട്ടിയുണ്ടായപ്പോൾ തുലാഭാരം നടത്തിയില്ലേ? സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നഫീസുമ്മൻ തേങ്ങിയില്ലേ? 5 നേരം നമസ്കരിക്കുന്ന മൊക്കനക്കാരികള് ഈ ലാ ഇലാഹയുടെ കൃത്യമായ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് മുസ്ലിം സമുദായ ശിർക്കിനെ ഭയപ്പെടേണ്ടതില്ലെന്ന് മുസ്ലിയാക്കന്മാര് കണ്ണടച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഈ ശിർക്ക് എന്ന മഹാപാപത്തിലേക്ക് ഉമ്മത്ത് മുസ്ലിം ആപതിച്ചില്ലേ? റസൂൽ പറയാണ്, ലാ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിക്കൂല. ഹത്താ ഏതുവരെ? തൽഹഖ കബായിറു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ ഔസാൻ. ഉമ്മത്ത് മുസ്ലിമാ മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ വഹത്താ തഅബുദൽ ഔസാൻ, കല്ലുകൾ അവരെ ആരാധിക്കും. മണ്ണാർക്കാട് പോകുമ്പോ നാട്ടുകല്ലെന്ന് പറയുന്ന പ്രദേശമുണ്ട്. 1.5 മീറ്റർ നീളമുള്ള ഒരു മീസാൻ കല്ല്. സഹോദരങ്ങളെ, ഊരും പേരും അറിയാത്ത ഏതോ ഒരാള് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഐതിഹ്യത്തിന്റെ ഭാഗമായി നാട്ടപ്പെട്ട ആ കല്ലിന്റെ മുമ്പിൽ പോയി ആളുകൾ തൊട്ടുമുത്തുന്നു, തവാഫ് ചെയ്യുന്നു. ഇതിനാരാ ഉത്തരവാദികൾ? മുജാഹിദുകളാണോ? സലഫികളാണോ? അഹ്ലു സുന്നയുടെ ഇമാമുകളാണോ? ഒരിക്കലുമല്ല. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പോലും സഹോദരങ്ങളെ, ഖബർ ഒരു ചാണിനപ്പുറം ഉയർത്താൻ പാടില്ല. ഉയർത്തപ്പെട്ട ഖബറുകൾ പൊതുസ്ഥലത്താണെങ്കിൽ പൊളിച്ചു നീക്കൽ ഫർളാണ് ശാഫി മദ്ഹബുകാരൻ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കിതാബിലുള്ളത് പഠിപ്പിക്കാതെ മറച്ചു വെച്ചിട്ട് ആ ഖബറിടത്തിൽ പോയി ആളുകളെ സിയാറത്ത് ടൂർ കൊണ്ടുപോയിട്ട് അവരാത്മീയ ലോകം വഞ്ചിക്കുന്ന, അവരെ ഈമാനിനെ പോക്കറ്റടിക്കുന്ന ഈ രൂപത്തിലുള്ള അനാചാരങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോൾ സഹോദരാ, നരകത്തെ ഭയപ്പെടണേ. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു